ആശാ വർക്കർമാരോട് ഏറ്റവും അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. വനിതാ മെമ്പറെ ഞാൻ പിന്താങ്ങുന്നു. കുറെ കാലം വനിതാ മെമ്പറെ പിന്താങ്ങുന്നു. അവര് കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവര് പാടിയത്. പാട്ട് മാത്രമല്ല, എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങൾ മണിമുറ്റത്താവണി പന്തൽ പാടി. ശരിയാ, മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്ത ഞാൻ വരാം. ശിവനെ കൊണ്ടാണ് എന്തേ വിടാതിരുന്നേ? വിട്ടുകൂടായിരുന്നോ? ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ? ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെന്ന് പാടുമായിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോ ഞങ്ങൾ അന്തസ്സോടു കൂടി പാടി. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് താരിക്കിട്ട് തട്ടാനല്ലേ? അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ. ശരിയാകത്തില്ല. ഇങ്ങോട്ട് വന്നേ. വേണ്ട, വേണം, വേണ്ട, വേണം, വേണ്ട. ഞങ്ങൾ പാടി കേൾപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് നട്ടലുണ്ട്. നട്ടലുള്ളതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ നിരാഹാരം കിടക്കുന്നത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ലേ? അല്ലെങ്കിൽ കിടക്കോ? എന്തേ ഈ 41 ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ. എന്തേ ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതിരുന്നേ? പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപഹസിച്ച് പറയാനേ മന്ത്രിക്ക് അറിയാവൂ. മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. Meetings. Wherever I go, I take my house in my head. Yes. ഞങ്ങൾ മറുപടി പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിരുകടന്ന് പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാനില്ല കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഞങ്ങളിവിടെ 3 ദിവസം ഞങ്ങളുടെ മക്കൾ ഇവിടെ നിരാഹാരം കിടക്കുക. ഈ അവസരത്തിൽ ഞങ്ങളെ ഭദ്രകാളിയാക്കാതെ ഇരിക്കവിടെ. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം.